വിവാദങ്ങൾക്കിടെ ബംഗളൂരുവിലെ PR ഏജൻസിയെ മാറ്റി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോഴിക്കോട് കേന്ദ്രമായ PR ഏജൻസി ലെൻസ് ട്രാക്കിനെ പകരം നിയമിച്ചു. വാർത്ത രാജീവ് ചന്ദ്രശേഖർ നിഷേധിച്ചില്ല. സംസ്ഥാന അധ്യക്ഷന് വ്യക്തിപരമായി ചെയ്യുന്ന PR-ന്റെ ചെലവ് സംസ്ഥാന BJP-യുടെ തലയിൽ കെട്ടിവെക്കുന്നു എന്ന പാർട്ടിക്കുള്ളിൽ എതിർപ്പുമുണ്ട്. കോടികൾ ചെലവഴിച്ച് ബാംഗ്ലൂർ ബേസ്ഡ് PR മയൂറിന്റെ സേവനം തേടിയിട്ടും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. കേരള പശ്ചാത്തലത്തിൽ റീബ്രാൻഡിംഗ് രാജീവ് ചന്ദ്രശേഖർ എന്ന ലക്ഷ്യമാണ് കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലെൻസ് ട്രാക്ക് എന്ന PR ഏജൻസിക്ക്. രാജീവ് ചന്ദ്രശേഖരെ പ്രൊമോട്ട് ചെയ്യുന്ന 150ഓളം ട്വീറ്റുകൾ ദിവസവും എക്സിൽ പോസ്റ്റ് ചെയ്യും. ഇൻസ്പയറിംഗ് കണ്ടന്റുകൾ ഫേസ്ബുക്ക് പേജിൽ വരണമെന്നതാണ് പ്രധാന ആവശ്യം. ജനമനസ്സുകളിൽ ഇടം നേടിയ മലയാള സിനിമാ ഡയലോഗുകൾ രാജീവ് ചന്ദ്രശേഖരെ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് ന്യൂയോർക്ക് മോഡലിൽ രാജീവ് ചന്ദ്രശേഖരന്റെ AI ചിത്രങ്ങൾ പ്രചരിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് നിലവിലെ കരാർ. പ്രതിമാസം 40 മുതൽ 45 ലക്ഷം രൂപ വരെയാണ് ചിലവ്. സംസ്ഥാന സമിതി യോഗത്തിനു മുന്നോടിയായി കൊല്ലത്ത് നടന്ന ജില്ലാ പ്രസിഡന്റുമാരുടെയും പ്രഭാരിമാരുടെയും യോഗത്തിൽ പുതിയ PR ടീമിനെ പരിചയപ്പെടുത്തി. വാർത്ത നിഷേധിക്കാതെ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളിങ്ങനെ ഓരോന്ന് ക്ലിക്ക് ബേറ്റും പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാലും ഈ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഈ ഇലക്ഷന് പോവും. ഇങ്ങനെ ഒരു തർക്കവുമില്ല. പാർട്ടീൻ്റെ ശക്തം, പാർട്ടീൻ്റെ ഒറ്റക്കെട്ടായിട്ട് ഒരു ഞങ്ങളുടെ രീതിയും ഇതെല്ലാം ഈ വരുന്ന ഇലക്ഷനിൽ നിങ്ങൾക്ക് തെളിവ് കിട്ടും. സംസ്ഥാന അധ്യക്ഷന് വ്യക്തിപരമായി ചെയ്യുന്ന PR-ന്റെ ചെലവ് സംസ്ഥാന BJP-യുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുണ്ട്. സംസ്ഥാന BJP-ക്ക് ലക്ഷങ്ങൾ ചെലവിൽ മീഡിയ IT സെല്ലുകൾ പ്രവർത്തിക്കുന്നതിന് പുറമെയാണ് കോടികൾ മുടക്കി പ്രസിഡന്റിന് പേഴ്സണൽ PR വർക്കും. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.